എന്തായാലും എനിക്കൊറ്റ കാര്യം പറയാനുള്ളൂ, നമ്മൾ മറ്റൊരാളുടെ ഔദാര്യം സ്വീകരിക്കുമ്പോൾ, ഔദാര്യം തന്നെയാണ് ബേസിക്കലി അല്ലേ, നമ്മൾ വേറെ ആളുടെ അടുത്ത് പോയി സൗജന്യമായി താമസിക്കുമ്പോൾ അതൊരു ഔദാര്യം തന്നെ. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. 2 ദിവസം മുന്നേ ഈ ബാക്ക് പാക്കർ അരുണിമ കോൺട്രവേഴ്സി റിലേറ്റഡ് ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഔദാര്യം അല്ലേ, ഔദാര്യം, അവകാശം. ഔദാര്യം ഒരിക്കലും അവകാശമാക്കരുത് എന്നുള്ളൊരു സംഭവം. കാരണം അരുണിമയുടെ വിഷയം കംപ്ലീറ്റ് നോക്കിയ സമയത്ത് എനിക്ക് ഫീൽ ചെയ്തൊരു ഒറ്റ സംഭവമാണ്, ഒരാൾ നിങ്ങൾക്ക് സൗകര്യം ചെയ്തു തരുന്നു, ഒരാളൊരു ഫേവർ ചെയ്തു തരുന്നു, അതിനെ നിങ്ങൾ അവകാശമാക്കി മാറ്റി. അത് അയാൾ അത്രയും ദിവസം ചെയ്തു തന്നല്ലോ എന്ന് പറഞ്ഞ് നന്ദിയും പറഞ്ഞ് എന്തെങ്കിലും ഇനിയിപ്പോൾ ദുരനുഭവം ഓരോ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല, ഇനി എന്ത് തന്നെ ആയിക്കോട്ടെ, ഹാർഷ് ആയിക്കോട്ടെ, ചെറിയ സംഭവം ആയിക്കോട്ടെ, എന്തെങ്കിലും സംഭവം നിങ്ങൾക്ക് ഭാഗത്തുനിന്നുണ്ടെങ്കിൽ, അതിപ്പോൾ ഈ ട്രാവലിൻ്റെ കേസിൽ മാത്രമല്ല, എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ അയാൾ 2 ദിവസം ചെയ്തിട്ടുള്ള ഉപകാരത്തിന് ഒരു നന്ദിയും പറഞ്ഞു മിണ്ടാതെ ഇറങ്ങിപ്പോരാ, അല്ലെങ്കിൽ നന്ദി പറഞ്ഞ് ഇറങ്ങിപ്പോരാ. അതല്ല ഇനി എന്തെങ്കിലും പറഞ്ഞിട്ട് ഇറങ്ങിപ്പോരാ, അതൊക്കെ അവനവൻ്റെ കൾച്ചറിനും അവനവൻ്റെ എന്താ പറയുക, നമ്മളെ ആ അപ്ബ്രിങ്ങിങ് എന്താ പറയുക അതിനനുസരിച്ചിരിക്കും. അതിനനുസരിച്ച് ഇറങ്ങിപ്പോരുക എന്നല്ലാതെ അത് പുറത്തിറങ്ങി വീഡിയോ ഇടുക, അതൊക്കെ വളരെ 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 ചീപ്പായിട്ടുള്ള കാര്യമായിപ്പോയി, വളരെ മോശമായിട്ടുള്ള കാര്യമായിപ്പോയി. എന്തായാലും ഇത് റിലേറ്റഡ് ആയിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, സുജിത് ഭക്തൻ എന്തായാലും ഇതിലൊരു പ്രതികരണമായിട്ട് വരുന്നുള്ളൂ. എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം. കാരണം എന്താ വെച്ചാൽ ഇതിന് ശേഷം അരുണിമയുടെ ഒരു വോയിസ് ഇറങ്ങിയിരുന്നു, ഒരു യൂട്യൂബർ ഡാനിയായിട്ട് സംസാരിച്ചിട്ടുള്ളൊരു വോയിസ് ഉണ്ടായിരുന്നു. ആ വോയിസിൽ അരുണിമ ഒരാവശ്യമില്ലാതെ, അല്ലെങ്കിൽ ഒരാവശ്യമില്ലാതല്ല, പഴയൊരു കേസ് പറഞ്ഞതായിരിക്കണം, സുജിത് ഭക്തൻ മല്ലു ട്രാവലർ ഇഷ്യൂ എന്നും പറഞ്ഞിട്ട് സുജിത് ഭക്തൻ്റെ പേര് അവിടെ വലിച്ചെഴുതുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞിരുന്നു സുജിത് ഭക്തൻ ഇതിൽ പ്രതികരിക്കും. അത് മാത്രമല്ല, സുജിത് ഭക്തൻ മാത്രമല്ല, മിക്കവാറും ഇതുപോലെ ബാക്ക് പാക്കിംഗ് ചെയ്തു പോകുന്ന, അല്ലെങ്കിൽ ഈ ഔട്ട് ഓഫ് ഇന്ത്യ പോകുന്നുള്ള ട്രാവൽ വ്ളോഗേഴ്സ് ഡെഫിനറ്റ്ലി ഇതിൽ പ്രതികരിക്കണം. കാരണം വെച്ചാൽ നമ്മളൊന്നും റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന പോലെയല്ല, സുജിത് ഭക്തനെ പോലുള്ള ആൾക്കാർ പറയുന്ന സമയത്ത് അതിൻ്റെ രീതിയിലാണ് അവതരിപ്പിക്കുക. ഇന്നിപ്പോൾ നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ളൊരു പോർഷൻ സുജിത്ത് ഇട്ടിട്ടുള്ളൊരു വീഡിയോ ആണ്. അതിൻ്റെ ടൈറ്റിൽ ഫ്രീ ആയിട്ട് താമസിക്കുന്ന സമയത്ത് വളരെ ക്ലിയർ ആയിട്ട് ഫ്രീ എന്ന വേർഡ് അവിടെ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സുജിത്ത് എഴുതിയിട്ടുള്ളത് ഫ്രീ ആയിട്ട് ഒരാളെ വീട്ടിൽ, ഫ്രീ ആയി മറ്റുള്ളവരുടെ വീട്ടിൽ താമസിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് കൗച്ച് സർഫിംഗ് എന്നൊരു ആപ്പ് പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. പരിചയപ്പെടുത്തല്ലേ പുള്ളി കുറച്ച് ഇൻഫർമേഷൻ തരുന്ന രീതിയിലാണ് ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. പക്ഷേ അയാൾ ഇതിനെക്കുറിച്ച് ആൾക്കാർ പറഞ്ഞിട്ടുള്ള റിയാക്ഷൻ വീഡിയോസ്, ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് പേര് റിയാക്ഷൻ വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് വളരെ കടുക് മണിക്ക് വ്യത്യാസമില്ലാതെ നല്ല രീതിയിൽ സംസാരിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. ബിക്കോസ് അയാൾ അതിൻ്റെ ആളാണ്, ആൾക്ക് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റും. എന്തായാലും എന്താണ് സുജിത്തിന് പറയാനുള്ളത് നോക്കാം. എല്ലാവരും പറഞ്ഞ കേസാണ്, പക്ഷേ സുജിത്തിൻ്റെ ഭാഗത്ത് നിന്ന് നിൽക്കുന്ന സമയത്ത് ദർ ആർ സർട്ടൻ തിങ്സ് നമുക്ക് പറയാനും ആഡ് ചെയ്യാനുണ്ട് കേട്ടോ. നിങ്ങൾ വീഡിയോയുടെ ടൈറ്റിൽ കണ്ട പോലെ തന്നെ ഒരു രാജ്യത്ത് പോകുമ്പോഴത്തേക്കിനും, അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് യാത്ര ചെയ്യുമ്പോഴത്തേക്കിനും എങ്ങനെ ഫ്രീ ആയിട്ട് മറ്റൊരാളുടെ വീട്ടിൽ താമസിക്കാം എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത്. ഓഫ് കോഴ്സ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ കണ്ട ഒരു കോൺട്രവേഴ്സി റിലേറ്റഡ് ആയിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വീഡിയോനെ ചിത്രീകരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ. കറക്റ്റാണ്, ഞാൻ അതിനെ പറഞ്ഞത് ഈ ഒരു കോൺട്രവേഴ്സി റിലേറ്റഡ് ആയിട്ട് തന്നെയാണ്. അല്ലെങ്കിൽ സുജിത്തിന് ഇങ്ങനത്തെ ഒരു വീഡിയോ കൊണ്ട് വരേണ്ട ആവശ്യമില്ല. സുജിത്ത് മാത്രമല്ല, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ബാക്കിയുള്ള പല ആൾക്കാരും ഇതിനെക്കുറിച്ച് സംസാരിക്കണം. കാരണം വെച്ചാൽ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പ്രകാരം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, വളരെ മോശമായിട്ടുള്ള ബിഹേവിയർ ആയിരുന്നു ബാക്ക് പാക്കർ അരുണിമയുടെ ഭാഗത്തുനിന്ന്. ശരി തന്നെയാണ്, ചെറിയ പ്രായത്തിൽ, ഞാൻ കഴിഞ്ഞ വീഡിയോ തന്നെ പറഞ്ഞത് ശരി തന്നെയാണ്, ചെറിയ പ്രായത്തിൽ ഒരുപാട് സ്ഥലവും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ള, അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള, അംബീഷ്യസ് ആയിട്ടുള്ള ഒക്കെ സംഭവമൊക്കെ സത്യം തന്നെയാണ്. പക്ഷേ ആ ചെയ്തിട്ടുള്ള സംഗതി എന്ന് പറഞ്ഞാൽ വളരെ 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 മോശമായിട്ടുള്ള പരിപാടിയായിപ്പോയി. സിമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മളൊരു വീട്ടിൽ പോകുമ്പോഴത്തേക്കിനും അവർ നമ്മളെ സ്നേഹത്തോടെ ഹോസ്റ്റ് ചെയ്യുന്നതായിരിക്കാം, പക്ഷേ എന്നിരുന്നാലും അതിനെ ദുരുപയോഗം ചെയ്യാതെ അവർക്കൊരു ബുദ്ധിമുട്ട് വരുത്താത്ത രീതിയിൽ അവിടെ താമസിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എപ്പോഴും ഞാൻ ചെയ്തു പോകുന്നൊരു കാര്യം. പല ആൾക്കാരും എത്തരത്തിലാണ്, ഏത് രീതിയിലാണ് എന്നെനിക്കൊന്നും അറിയില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബറിൻ്റെ ഒരു കോൺട്രവേഴ്സി വീഡിയോസ് ഞാനും കാണാനിടയുണ്ടായി. കുറേ ആളുകൾ അതിനെ റിയാക്ട് ചെയ്തും അല്ലാതെയും ഒക്കെ വീഡിയോസ് ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടു. അതിൻ്റെ യഥാർത്ഥ സംഭവങ്ങൾ എന്താണെന്നൊന്നും എനിക്കറിയില്ല. അതിനെപ്പറ്റി പറയാനുമല്ല ഞാൻ വന്നിരിക്കുന്നത്, ഞാൻ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയല്ല വന്നിരിക്കുന്നത്. ഞാൻ എൻ്റെ ഈ ഒരു കൗച്ച് സർഫിംഗ് എന്ന് പറയുന്ന ഈ ഒരു കമ്മ്യൂണിറ്റിയെ പറ്റി പറയാൻ വേണ്ടിയാണ് ഞാൻ ആക്ച്വലി ഇപ്പോൾ വന്നിരിക്കുന്നത്. ട്രാവലേഴ്സിന് വളരെയധികം ഉപകാരപ്രദമാവുന്നൊരു കമ്മ്യൂണിറ്റിയാണ് കൗച്ച് സർഫിംഗ് കമ്മ്യൂണിറ്റി. ഇത് മിസ്യൂസ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഞാൻ എൻ്റെ യാത്രകൾക്കിടയിൽ ഞാൻ ധാരാളം ട്രാവലേഴ്സിനെ കണ്ടിട്ടുണ്ട്. ചില ആൾക്കാർ എൻ്റെ കൂടെ കുറച്ച് ദിവസം ട്രാവൽ ചെയ്തിട്ടുണ്ട്, എൻ്റെ കൂടെ ഞാൻ താമസിപ്പിച്ചിട്ടുണ്ട്. അപ്പം ചില ആൾക്കാർ നമ്മുടെ കൂടെ കൂടിയുണ്ടല്ലോ, അവർ ഇത്തിൾ കണ്ണി പോലെ അങ്ങ് പിടിച്ചും കയറും. അതായത് നമ്മൾ ചിലപ്പോൾ അവരെ ഒരു ദിവസം നമ്മുടെ റൂമിൽ താമസിപ്പിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവർക്ക് 1-2 നേരത്തെ ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടാവാം. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ബില്ല് കൊടുക്കാൻ പോകുമ്പോഴത്തേക്കിനും ഇവർ കണ്ട ഭാവമേ നടിക്കാതെ മാറി നിൽക്കും. എൻ്റെ സ്നേഹത്തിന് ഞാൻ ഒരു നേരം നിങ്ങൾക്ക് ഭക്ഷണം വാങ്ങിച്ചു തന്നു, പക്ഷേ നീ എപ്പോഴും ഞാൻ വാങ്ങിച്ചു തരുന്ന കാത്തിരിക്കട്ടെ, നിനക്കും കൊടുക്കാം, അല്ലെങ്കിൽ നിനക്ക് ഷെയർ ചെയ്യാം. ഇതൊക്കെ സുജിത്തിൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്നുള്ള കണ്ടീഷനിൽ പറഞ്ഞതാണെങ്കിലും വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവുന്ന സംഭവമാണ്. ഈ ഇഷ്യൂ വളരെ ഡയറക്റ്റായിട്ട് റിലേറ്റ് ചെയ്യുന്നത് ഇപ്പം നടന്നിട്ടുള്ള അരുണിമയുടെ ഇഷ്യൂ ആണ്. കാരണം നാട്ടിൽ നിന്ന് വന്നിട്ട് ഓൺലൈനിൽ മാത്രം പരിചയപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി
സ്വന്തം വീട്ടിൽ, അതും വേറൊരു രാജ്യത്ത് ഒരാൾക്ക് ഒരു ഫേവർ ചെയ്ത് ഔദാര്യം ചെയ്തു കൊടുക്കുക എന്നാൽ ഒരു എന്താ പറയുക, നാണോ മാനോ ഇല്ലാതെ 2 ദിവസം അവിടെ നിന്നതിന് ശേഷം പുറത്തിറങ്ങിയിട്ട് ഒരു മറ്റേ രീതിയിലുള്ള വീഡിയോ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്രയും മോശമായിട്ടുള്ള കാര്യം. ഇതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു അറിയോ, ഇത് അത്രയും ആൾക്കാർ അത്രയും വീഡിയോസായി. പിന്നെ പഴയ സിറ്റുവേഷനല്ല, എല്ലാവരുമല്ല, ഒരുപാട് പേര് ഇതുപോലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് റിയാക്ട് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്ത് പോകും. സോഷ്യൽ മീഡിയയാണ്, അവരുടെ കമ്മ്യൂണിറ്റിയിലും US-ലാണെന്നുണ്ടെങ്കിലും ഏത് കൺട്രിയിലാണെങ്കിലും ഇതെല്ലാം റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ചെയ്ത വ്യക്തി ഇത് കഴിഞ്ഞോടുകൂടി ബാക്കി എല്ലാ പരിപാടികളും വിട്ട് അവനവൻ്റെ സംഗതി. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നുള്ള അറിയില്ല, ആ ചാനലൊന്ന് പോയി നോക്കൂ. അതിനുള്ള മുന്നുള്ള വീഡിയോസിനൊന്നും അധികം വ്യൂസ് ഒന്നുമില്ല. ഈ ഒരു ഒറ്റ വീഡിയോ കണ്ടിരിക്കുന്ന ശേഷം 4-5 ലക്ഷം ഒറ്റ ഞാൻ നോക്കുന്ന സമയത്ത് അത്രയധികം വ്യൂസ് വന്നു. അതിനുശേഷം ഈ കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷം ആ വ്യക്തി ഇത് ഞാനൊന്നും അറിഞ്ഞില്ലേ എന്നുള്ള പറഞ്ഞിട്ട് ഒന്നും ഇതിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കി എന്നുള്ള കണ്ടീഷൻ തന്നെ ഇല്ലാണ്ട് അവനവൻ്റെ പരിപാടികളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് എഫക്റ്റ് ചെയ്യുന്നത് ഇനി ഇതുപോലെ ചെയ്യാൻ നിൽക്കുന്ന വ്യക്തികൾക്ക്. ഇത് ട്രാവലിങ്ങിൽ മാത്രമല്ല കേട്ടോ, നമ്മൾ ഡെയിലി ലൈഫിൽ ഇതുപോലെ ആൾക്കാരെ കാണുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലും സൗകര്യം ഇവർക്ക് ചെയ്തു കൊടുക്കും, ഒരു ഔദാര്യമായിട്ട് ചെയ്തു കൊടുക്കും, അവർ പിന്നെ അത് അവകാശമാക്കും. പിന്നെ ചെറുതായിട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു സംഭവം, നീരസം പോലെ നമ്മുടെ ഭാഗത്ത് നമ്മൾ എന്തെങ്കിലും പ്രകടിപ്പിച്ചാൽ അത് ഏറ്റവും വലിയ പ്രശ്നമായി. അവസാനം എന്ത് സംഭവിക്കും, നമ്മളാവും തെറ്റുകാരൻ. അത്രയും നേരം നമ്മൾ ചെയ്തിട്ടുള്ള ഫേവറും നമ്മൾ അത്രയും താണുകയാണ് നിന്നിട്ടുള്ള സംഭവങ്ങൾ കംപ്ലീറ്റ് ഈ ടീം മറക്കും. പറയാം, അല്ലെങ്കിൽ നിന്റെ ഓഫർ പറയാം, ഞാൻ എപ്പോഴും നിനക്ക് ഭക്ഷണം വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ധാരാളം ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഒരാളെ അങ്ങ് പിഴിയുക, യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ള രീതിയിലുള്ള കുറച്ച് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ 70 വയസ്സുള്ള ആ ഒരു മനുഷ്യനെ പിഴിഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്വലൻ്റ് പിഴിയൽ തന്നെയാണ്. പിഴിഞ്ഞിട്ട് അവരവിടെ നിന്നിട്ട് ആ കുടുംബത്തിനെ മോശമാക്കുന്ന സിറ്റുവേഷൻ. പിന്നെ എന്താണ് ആ വീട്ടിൻ്റെ ഉള്ളിൽ നടന്നതെന്ന് നമുക്ക് തീരെ അറിയില്ല. ഒരുപക്ഷെ ചിലപ്പോൾ ആ കൊച്ചുമക്കളുണ്ടല്ലോ, ആ കൊച്ചുമക്കൾ ആ 70 വയസ്സുള്ള ആളെ പുള്ളീനെ ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും ഫീൽ ചെയ്തതിന് ശേഷം അയാളെ രക്ഷിക്കാൻ വേണ്ടി സംസാരിച്ചാണോ നമുക്കറിയാം. നമുക്ക് എന്തായാലും സത്യാവസ്ഥ അറിയില്ല, പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. എന്തായാലും എനിക്കൊറ്റ കാര്യം പറയാനുള്ളൂ, നമ്മൾ മറ്റൊരാളുടെ ഔദാര്യം സ്വീകരിക്കുമ്പോൾ, ഔദാര്യം തന്നെയാണ് ബേസിക്കലി അല്ലേ, നമ്മൾ വേറെ ആളുടെ അടുത്ത് പോയി സൗജന്യമായി താമസിക്കുമ്പോൾ അതൊരു ഔദാര്യം തന്നെയാണ്. വി ഹാവ് ടു ഗിവ് സംതിങ് ബാക്ക് ടു ദം അല്ലേ. നമ്മൾ അവർക്ക് എന്തെങ്കിലും തിരിച്ചു നൽകണം. അത് ഒന്നുകിൽ സ്നേഹമായിട്ടോ, ചില ആൾക്കാർ താമസിക്കുന്ന ആളുടെ വീട് വൃത്തിയാക്കി കൊടുക്കും, ഇല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തു കൊടുക്കും ഇൻ റിട്ടേൺ ആയിട്ട്. അപ്പോൾ എന്തെങ്കിലും നമുക്ക് അവർക്കും കൂടെ ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കണം എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം. യൂട്യൂബേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ ഒന്നും ചെയ്തു കൊടുക്കേണ്ടിയിരുന്നില്ല, ഇവിടെ മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു. നമുക്കിങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങി പോന്നിട്ട് അറ്റ്ലീസ്റ്റ് അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് സൂക്ഷിക്കുകയെ, നാളെ ഒരു പ്രശ്നം, കാരണം അവരൊരു വീഡിയോ എടുത്തിരുന്നു, ഇനി അവരൊരു പ്രശ്നം ഉണ്ടാക്കാൻ വരികയാണെന്നുണ്ടെങ്കിൽ അപ്പം പ്രൂഫിന് വല്ല കാര്യങ്ങളും എടുത്തു വയ്ക്കുകയായിരുന്നു ചെയ്യുന്നത്. അല്ലെങ്കിൽ പുറത്തിറങ്ങിയിട്ടൊരു അനുഭവം പറയാം. ഒരിക്കലും അവരുടെ ഇത് തന്നെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ, ഒരിക്കലും അവരുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ വളരെ ചീപ്പായിട്ടുള്ള പരിപാടിയായിപ്പോയി. യൂട്യൂബേഴ്സിനെ ഹോസ്റ്റ് ചെയ്യുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കുക എന്നേ പറയാനുള്ളൂ എനിക്ക്. കാരണം അങ്ങനെ ഒരാൾ ആ യൂട്യൂബറിനെ ഹോസ്റ്റ് ചെയ്തിട്ട് ആ യൂട്യൂബറിന് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായി എന്നാണ് യൂട്യൂബർ പറയുന്നത്. അദ്ദേഹം പറയുന്നത് യൂട്യൂബർ അദ്ദേഹത്തെ അപമാനിച്ചു എന്നുള്ളതാണ്. ശരിക്കും അത് ബാക്കിയുള്ള യൂട്യൂബേഴ്സിനെ പോലും നാണം കെടുത്തിയ ഒരു പരിപാടിയായിപ്പോയി. സത്യം പറഞ്ഞാൽ അത് അത്യധികം വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം എല്ലാ യൂട്യൂബേഴ്സും ഇങ്ങനെ അല്ല എന്നും കൂടെ മനസ്സിലാക്കുക, പ്രത്യേകിച്ച് ട്രാവൽ ചെയ്യുന്ന ആളുകൾ. യെസ്, ഇതാണ് ഈ പറഞ്ഞതാണ് വളരെ കറക്റ്റ്. എല്ലാ യൂട്യൂബേഴ്സും ഇങ്ങനെയല്ല എന്നുള്ളത് സുജിത് ഭക്തനെ പോലെ അല്ലെങ്കിൽ എനി അതർ വലിയൊരു ഫോളോയിങ് ഉള്ള ഒരു കോണ്ടൻറ് ക്രിയേറ്റർ അല്ലെങ്കിൽ ട്രാവൽ വ്ളോഗർ വന്ന് പറയേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് എത്തി. അതാ ഞാൻ പറയാൻ കാരണം, ഇതിപ്പോൾ നമുക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് കേൾക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ എത്ര വലിയ വിഷയമാണെന്നൊക്കെ തോന്നിയിരിക്കാം. പക്ഷേ ഇത് പ്രശ്നമായി വരുന്നത് ഇവരുടെ ഈ അരുണിമേൻ്റെ പോലെ ഇതുപോലെ ബാക്ക് പാക്ക് ചെയ്ത് നടക്കുന്ന, അല്ലെങ്കിൽ ഇതുപോലെ ട്രാവൽ വ്ളോഗ് ചെയ്ത് നടക്കുന്ന മറ്റൊരു കൺട്രി ചെല്ലുന്ന ആൾക്കാരെ. പിന്നെ വേറെ സംഭവമുണ്ട്, ഈ ട്രാവൽ വ്ളോഗേഴ്സിനെ അല്ലെങ്കിൽ ഈ വ്ളോഗർമാരെ പൊതുവെ ഇപ്പം അങ്ങനെ ഇങ്ങനെ ആൾക്കാർ പേടിച്ചിട്ടേ അടുപ്പിക്കുള്ളൂ. കാരണം ഇതാണ് റീസൺ, എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അപ്പം എടുക്കുക ക്യാമറയാണ്, നേരെ ക്യാമറ എടുക്കുന്നു, ഷൂട്ട് ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും നമുക്കതൊരു രക്ഷയാണ് കേട്ടോ. 2 ഭാഗവും പറയണം. നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മളെ ക്യാമറയിൽ പകർത്തി പുറം ലോകത്തിനെ കാണിക്കാനേ നോക്കുള്ളൂ. അല്ലെങ്കിൽ ഒരു സേഫ്റ്റിക്ക് വേണ്ടി എടുത്തു വയ്ക്കുകയാണ് തിരക്കില്ല. പക്ഷെ എന്നാലും ആ ഒരു സിറ്റുവേഷനിൽ അവരുടെ ഐഡൻറ്റിറ്റി പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ബേസിക് ആയിട്ടുള്ളൊരു മര്യാദയാണ്. നമ്മളെ വീട്ടിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട, ലോകം ചുറ്റി കാണേണ്ടതല്ല, നമ്മൾ വീട്ടിൽ നിന്ന് പഠിക്കേണ്ട ഒരു ബേസിക് മര്യാദയാണ്. മറ്റുള്ളവർക്ക് ഒരു റെസ്പെക്റ്റ് കൊടുക്കണം എന്നുള്ളത്, ഒരു ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യും. പിന്നെ അത്ര അങ്ങനെ എക്സ്പോസ് ചെയ്യുന്ന ആളുകളൊക്കെ ഏൽപ്പിച്ച് പഠിപ്പിക്കേണ്ട ഒരു ഇഷ്യൂവും കൂടി അല്ലാതെ. ഇപ്പം ഞാൻ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കിനും എൻ്റെ പോക്കറ്റിൻ്റെ കനവും എൻ്റെ കംഫർട്ടും അനുസരിച്ചിട്ടാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. എനിക്ക് ഒരു റൂം എടുക്കാനുള്ള
സാമ്പത്തികമുണ്ടെന്നുണ്ടെങ്കിൽ റൂം എടുക്കാനുള്ള സാമ്പത്തികം എനിക്കുണ്ട്. ഇപ്പോൾ റിയൽ ട്രാവലേഴ്സ് എന്ന് പറഞ്ഞ ഒരാളാണെന്നുണ്ടെങ്കിൽ നീ എന്തിനാണ് പോവുക പിന്നെ യൂട്യൂബ് ചാനലും കൊണ്ട് നടക്കുന്നത്? നീർക്ക് ട്രാവൽ ചെയ്താൽ പോരെ, നീ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നത് എന്തിനാ? യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ആളുകളെല്ലാം യൂട്യൂബേഴ്സ് തന്നെയാണ്. അവർ ട്രാവലിംഗ് പാഷൻ ഉണ്ടായിരിക്കാം, പക്ഷേ ട്രാവലിംഗ് പാഷൻ ഉണ്ടായാൽ മാത്രം യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ പറ്റില്ലല്ലോ. യൂട്യൂബിൽ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കിനും എൻ്റെ യാത്രകളിൽ ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ പോകുമ്പോഴത്തേക്കിനും എനിക്ക് ആ യാത്ര പൂർണ്ണമായിട്ട് എൻജോയ് ചെയ്യാൻ സാധിക്കില്ല, എനിക്ക് പറ്റില്ല. വളരെ കറക്റ്റ് പോയിന്റ്, വാലിഡ് പോയിന്റ്. ഇപ്പോൾ സീരിയസ്ലി നമ്മൾ ടൂർ പോകണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഇപ്പം എൻ്റെ സിറ്റുവേഷൻ അതാണ് കേട്ടോ. ഞാൻ ഈ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അതുപോലെ ചെയ്യുന്നില്ലെങ്കിൽ കൂടി വല്ലപ്പോഴൊക്കെ ഇടാറുണ്ട്. നമ്മൾ ചെറിയ ഇതാണ്, പക്ഷേ നമ്മൾ പേഴ്സണലി പറയാം വ്ളോഗ് ഫൊഗറ്റ് വ്ളോഗ് പോകുന്ന സമയത്ത് ഞാൻ എന്ത് ചോദിച്ചാൽ എൻ്റെ കയ്യിൽ ഫുൾ ടൈം ക്യാമറ ആയിരിക്കും. ഞാൻ കാണുന്നതിന് അതിന് കാണുന്നതിനേക്കാളും കൂടുതൽ അത് മെമ്മറി ആയിട്ട് സൂക്ഷിച്ച് വെക്കാൻ അങ്ങനെ ഒരു ശരിക്കും ഒരു ബാഡ് ക്വാളിറ്റിയാണത്. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവനോട് എടാ നിനക്ക് നീ ഇത്ര അധികം സ്ഥലത്ത് ഞാൻ ട്രാവൽ ചെയ്യുന്നില്ല, എൻ്റെ ക്ലാസ്മേറ്റാണ്. അവനോട് ചോദിക്കും എടാ നീ ഇത്ര അധികം ട്രാവൽ ചെയ്യുന്നില്ല, നിനക്ക് എന്താ വീഡിയോ എടുത്തോണ്ട് നിൽക്കും. അതിന് അവൻ പറഞ്ഞ മറുപടി എന്താ അറിയോ? ഈ ജീവിതത്തിൽ നമുക്ക് കണ്ടു തീർക്കാനുള്ളത് നമ്മൾ കണ്ടു തീർക്കണം, കാണിക്കാനല്ല ഞാൻ നടക്കുന്നത്. ഞാൻ ഇന്ന് എൻ്റെ കണ്ണുകൊണ്ട് കാണാൻ വേണ്ടി നടക്കുന്നത്, ഞാൻ കാണിക്കാനല്ല നടക്കുന്നത്. ഇത് രണ്ട് കാറ്റഗറി ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇതുപോലെ ട്രാവൽ ചെയ്തിട്ട് ചെയ്യുന്നവർ, വീഡിയോസ് ഉണ്ടാക്കുന്നവർ, മോണിറ്റൈസേഷൻ തന്നെയാണ് ഇതിൻ്റെ ഒരു ഇത്. മോണിറ്റൈസേഷനുണ്ട്, നമ്മൾ ആൾക്കാരെ നമുക്ക് കാണാനുണ്ട്. ഒരു കാരണം നമുക്ക് സ്വയം അവിടെ എത്താൻ പറ്റാത്ത സ്ഥലങ്ങളിൽ ഇവരൊക്കെ നമ്മളെ കാണിച്ചു തരുന്നതുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എല്ലാ ആസ്പെക്റ്റും ഉണ്ട് കേട്ടോ. പിന്നെ അവർക്ക് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള അതിനൊരു ഇൻകം കൊണ്ടാണ് അവർ ട്രാവൽ ചെയ്യുന്നത്. അത് അവരുടെ ഒരു മെത്തേഡാണ്. എൻ്റെ കോൺസെൻട്രേഷൻ കംപ്ലീറ്റ് യൂട്യൂബിൻ്റെ വീഡിയോ ഉണ്ടാക്കാനും അതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്യുന്നതിനും അതിൻ്റെ ക്യാമറ വർക്ക് ചെയ്യുന്നതിനും എങ്ങനെ വീഡിയോസ് അട്രാക്റ്റീവ് ആക്കാം എന്നുള്ള ചിന്തകളും മറ്റുമൊക്കെ ആയിരിക്കും. ഓഫ് കോഴ്സ് ഞാനൊരു യാത്രികനാണെന്ന് പറയാമെന്നുണ്ടെങ്കിലും ഞാനൊരു യഥാർത്ഥ യാത്രികൻ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഞാനൊരു യൂട്യൂബറാണ്, ഒരു ട്രാവൽ വ്ളോഗറാണ്, അല്ലെങ്കിൽ ട്രാവൽ ഇൻഫ്ലുവൻസറാണ് എന്ന് പറയാം, അല്ലെങ്കിൽ ട്രാവൽ യൂട്യൂബറാണ്. എനിക്ക് യാത്രകൾ ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ അതിനെ ഒരു പ്രൊഫഷനാക്കി മാറ്റി. നിങ്ങളത്ര റിയൽ പാഷനേറ്റ് ട്രാവലറാണ് എന്ന് നിങ്ങൾ സ്വയം പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബ് വീഡിയോ എന്തിനാണ് ചെയ്യുന്നത്? നിങ്ങൾക്ക് ട്രാവൽ ചെയ്താൽ പോരെ? അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് വീഡിയോ ചെയ്ത് വരുമാനം കിട്ടുകയും വേണം, അതൊട്ട് സ്പെൻഡ് ചെയ്യാനും പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്നാണോ ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് യൂട്യൂബിൽ നിന്നും അത്യാവശ്യം നല്ല വരുമാനം ലഭിക്കുന്നുണ്ട് എന്ന് ഞാൻ പറയാറുണ്ട്, എപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷേ ആ ലഭിക്കുന്ന വരുമാനത്തിൻ്റെ പകുതിയിലധികം ഞാൻ അടുത്ത വീഡിയോസ് എടുക്കുന്നതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും കൂടെ ഒരു വസ്തുതയാണ്. ഞാൻ ആക്ച്വലി കൈൻഡ് ഓഫ് സ്പെൻഡ് ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്നു, സ്പെൻഡ് ചെയ്യുന്നു, വരുമാനം ഉണ്ടാക്കുന്നു. ഞാനൊരിക്കലും എന്താ പറയുക, എൻ്റെ കയ്യിൽ പൈസ ഇല്ലെന്നോ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞ് നടന്നിട്ടില്ല. ദൈവം സഹായിച്ച് അങ്ങനെയൊന്നും ഇതുവരെ നടക്കേണ്ടി വന്നിട്ടില്ല. അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. കുറേ കാണുന്ന മാപ്പിലുള്ള എല്ലാ രാജ്യങ്ങളും സന്ദർശിച്ച് തീർക്കണം എന്നുള്ളതാണ് എൻ്റെയും ഒരാഗ്രഹം. അത് ഈ പറഞ്ഞ പോലെ ഇപ്പം ഇന്ന് പൈസ ഉള്ളതുകൊണ്ട് റൂം എടുത്ത് താമസിക്കുന്നു, നാളെ എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാനും ഈ പറഞ്ഞ പോലെ വളരെ ബഡ്ജറ്റായിട്ട് യാത്ര ചെയ്യാൻ തന്നെ ശ്രമിക്കും. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ മറ്റൊരാളുടെ ഔദാര്യം ഏത് രീതിയിലും പറ്റുകയാണെങ്കിൽ ആ ആളോട് എന്നെന്നും ഒരു കൂറുള്ളവനായിട്ട് ഉണ്ടാവാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു നല്ല. ഈ വീഡിയോയിൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ആ ഒരൊറ്റ വേർഡ് തന്നെയാണ് ഔദാര്യം, അവകാശം, നന്ദി. കൂറ് എന്നൊക്കെ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, നന്ദി. വളരെ ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ 2 ദിവസം നമ്മളെ സഹിച്ചതിന് നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു നന്ദി സൂചകമായിട്ടുള്ളൊരു ചിരിയാണെങ്കിലോ വാക്കാണെങ്കിലോ ആ ഒരു താങ്ക്സ്, അതാണ്. അല്ലാതെ 2 ദിവസം അവരുടെ ഔദാര്യത്തിൽ താമസിച്ചതിന് ശേഷം പുറത്തിറങ്ങിയിട്ട് അതൊരു അവകാശമാക്കിയിട്ട് മാറ്റിയിട്ട് ഒരു നാണവും മാനവും ഇല്ലാതെ പുറത്തുനിന്ന് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ നോട്ട് റൈറ്റ്. ഔദാര്യം ഒരിക്കലും അവകാശമല്ല.